നമസ്കാരം, നീലൂർ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ലയൺസ് ക്ലബ്ബ് ഓഫ് അരുവിത്തുറയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പത്രവിതരണ പദ്ധതിയും മോട്ടിവേഷൻ ക്ലാസും നടത്തി. വിദ്യാർത്ഥികളിൽ വായനാശീലവും പൊതുവിജ്ഞാനവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ്ബ് ഓഫ് അരുവിത്തുറയുടെയും KS തോമസ് കടപ്പിലാക്കൽ മെമ്മോറിയൽ ചാരിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ പത്രവിതരണ പദ്ധതിക്ക് തുടക്കമായി. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മുസ്ലിം ഗേൾസ് HSS, സെന്റ് മേരീസ് LP സ്കൂൾ എന്നിവിടങ്ങളിലും ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലുമാണ് പദ്ധതിയുടെ ഭാഗമായി ഒരു വർഷത്തേക്ക് കേരള കൗമുദി, ദീപിക ദിനപത്രങ്ങൾ സൗജന്യമായി വിതരണം ചെയ്യുന്നത്. ലയൺസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടത്തിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് KS തോമസ് കടപ്പിലാക്കൽ മെമ്മോറിയൽ ചാരിറ്റി കൺവീനറും ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ പാലാ ഗണിതശാസ്ത്ര വിഭാഗം മേധാവിയുമായ പ്രൊഫസർ റോയി തോമസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ഇന്റർനാഷണലിന്റെ ഏതാനും പ്രോജക്റ്റുകളിൽ ഒന്നായ കുട്ടികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകൾ ഉൾപ്പെട്ട ഈ ലയൺസ് ഡിസ്ട്രിക്ട് 318Bയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കൂളുകളിൽ വിവിധ ഭാഗങ്ങളിലുള്ള ലയൺസ് ക്ലബ്ബുകളെ കൊണ്ട് ഇങ്ങനെയുള്ള നല്ലൊരു പ്രോജക്റ്റ് ഞങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അരുവിത്തുറ ലയൺസ് ക്ലബ്ബാണ് ഈ ഒരു പത്രം നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് ഈരാറ്റുപേട്ടയിൽ 4 കേന്ദ്രങ്ങളിലാണ് പത്രം വായനയ്ക്കായി സ്പോൺസർ ചെയ്ത് അതിന്റെ 4ാമത്തെ കേന്ദ്രമാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡിറ്റോ തെക്കേൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് പ്രശസ്ത ട്രെയിനർ മനോജ് T. ബെഞ്ചമിൻ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നാസയിലൊക്കെ സെലക്ഷൻ കിട്ടി. പ്രത്യേക സർപ്രൈസ്. ഈ പ്രാവശ്യത്തെ സ്പേസ് ട്രാവലിന് നിങ്ങളെ കൊണ്ടുപോകും. മുൻപ് ഇന്ത്യയിൽ നിന്ന് ആദ്യം ഞങ്ങൾ കൊണ്ടുപോയത് രാജേഷ് ശർമ്മ എന്നറിയപ്പെടുന്ന ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ്. അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്ക് ബാംഗ്ലൂരിൽ വെച്ച് ലഭിക്കുകയുണ്ടായി. വളരെ സന്തോഷം തോന്നി. അതിനുശേഷം അങ്ങനെ പിന്നീട് നമുക്ക് കൽപ്പന ചൗളയെ കുറിച്ച് നമുക്കറിയാം, സുനിത വില്യംസിനെ കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ തവണ ശുഭാംശു ശുക്ല നമ്മുടെ സ്പേസ് സ്റ്റേഷനിലൊക്കെ പോയി നമ്മുടെ ഭൂമിക്ക് മുകളിലൊക്കെ പോയി യാത്രയൊക്കെ കണ്ടു. എന്നാൽ ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ ആ ചരിത്ര സംഭവം നടന്നു. ഇന്ത്യക്കാരൻ പോയി, പക്ഷേ ബഹിരാകാശത്തേക്ക് സോയൂസിൽ പോകുവാൻ അനിൽ മേനോൻ എന്നറിയപ്പെടുന്ന ഒരു വലിയ സയന്റിസ്റ്റിന് അവസരം ലഭിച്ചു. മലയാളിയാണ്, കേരളീയനാണ്, നമ്മുടെ ആളാണ്. അപ്പൊ അദ്ദേഹം പോകുന്ന ആ റോക്കറ്റ് ലോഞ്ചിങ്ങിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ഷോർട്ട് ടോക്ക് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് സ്പേസ് സ്റ്റേഷനിന്റെ റോക്കറ്റ് വിക്ഷേപിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. റെഡിയാണോ? അപ്പൊ അവിടെ വലിയ ട്രക്കുകളിലൊക്കെ ആയിട്ട് റോക്കറ്റിന്റെ ഭാഗങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വലിയ ക്രെയിൻ ഉപയോഗിച്ച് റോക്കറ്റ് ഭാഗങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇന്ത്യയിൽ നിന്ന് മലയാളിയായിട്ട് ആദ്യ ആള് പോയതിന്റെ ആഘോഷത്തിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടില് അവിടെ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അന്ന് രാത്രി വലിയ മ്യൂസിക് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. കൂടാതെ അവിടെ രാത്രി ആഘോഷത്തിന് വെടിക്കെട്ടൊക്കെ ഉണ്ട്. അങ്ങനെ അനിൽ മേനോൻ എന്നറിയപ്പെടുന്ന ആദ്യ മലയാളി സ്പേസ് ട്രാവലർ ബഹിരാകാശത്തേക്ക് പോയിരിക്കുന്നു. വൈകുന്നേരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഹായ് പറയും. അപ്പൊ പഠിക്കുക, ഉയരുക, നല്ല എഞ്ചിനീയറിംഗ് കോഴ്സ് ഒക്കെ പഠിക്കാനൊക്കെ ആയിട്ട്, മെഡിക്കൽ ഫീൽഡിൽ പോകാനൊക്കെ ആയിട്ട് ബ്രില്യൻ സ്റ്റഡീസ് സെന്റർ, ആ സ്റ്റഡി സെന്ററിന്റെ മാത്തമാറ്റിക്സിന്റെ ക്യാപ്റ്റനാണ്. കണക്ക് പഠിച്ചാൽ റോക്കറ്റില് പോകാം, സ്പേസിൽ പോകാം, ഫിസിക്സ് പഠിച്ചാൽ പോകാം. അപ്പൊ സാറ് അങ്ങനെ വലിയ സ്ഥാപനം റോയ് സർ ഓർപ്പിച്ചു, നിങ്ങൾക്ക് അവിടെ വന്ന് പഠിക്കാനുള്ള അവസരമൊക്കെ നിങ്ങൾ +1 +2 ഒക്കെ ആകുമ്പോൾ അതിനുശേഷമൊക്കെ സ്റ്റഡി സെന്ററിൽ പഠിച്ചു ഉയരുക. സാറിന്റെ ശിഷ്യത്തില് നല്ല എഞ്ചിനീയർമാരായിട്ട് മാറാനുള്ള അവസരം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നു.